നമുക്ക് അടുത്ത എക്സസൈസ് നോക്കാം. ക്രിയാപദൈഹി വാക്യാനി പൂരയത. ഇവിടെ ബോക്സിൽ കുറെ ക്രിയാപദങ്ങൾ തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് ഇവിടെ തന്നേക്കണ സെന്റൻസ് നമ്മൾ ഫില്ല് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ബോക്സിൽ തന്നേക്കണ വേർഡ്സ് നോക്കാം. പടസി, ദാവാമഹ, ഗച്ഛാവഹ, ക്രീഡതഹ, ലികാമി. അപ്പോൾ ഇവിടെ തന്നേക്കണ സെന്റൻസും നമുക്കൊന്ന് നോക്കാം. ഇവിടെ എന്താ ഉദ്ദേശിക്കണേന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ പഠിച്ചിരുന്നു ബേസിക്. അതായത് ഈ പടസി, ദാവാമഹ, ഗച്ഛാവഹ ഇതിന്റെയൊക്കെ എൻഡിങ് ഒന്ന് നോക്ക്. സി, മഹ, വഹ. അതുപോലെ ഇവിടെ തന്നേക്കിടുന്ന നോക്ക്. ത്വം, ആവാം, യൂയം, അഹം. അപ്പോ ഇങ്ങനെ വരുമ്പോ ഒരു ക്രിയാപദത്തിന്റെ എൻഡിങ് എങ്ങനെയായിരിക്കും നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കി പഠിച്ചു വെക്കണം. അപ്പൊ അഹം വന്ന ഒരു ക്രിയാപദം എൻഡ് ചെയ്യുന്നത് മീ എന്നായിരിക്കും, പടാമി. അതുപോലെ ആവാൻ വന്ന വഹ, അത് ഞാൻ നിങ്ങൾക്ക് ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോ ഇവിടെ നിങ്ങൾ ഇതിനനുസരിച്ച് ത്വം വന്നാൽ ഇവിടെ ഏത് വേർഡ് വരും എന്ന് നോക്കണം. ത്വം വന്നാൽ എന്തായിരിക്കും, സി എന്നായിരിക്കും എൻഡിങ്. ത്വം വന്ന എൻഡിങ് സി. അപ്പോ ഇവിടെ ഒരു വേർഡേ ഉള്ളൂ, പടസി. രണ്ടാമത്തെ ആവാം. ആവാം എന്ന് പറഞ്ഞാ ഞങ്ങൾ രണ്ടും. ത്വം എന്ന് പറഞ്ഞാ നിങ്ങൾ. ആവാം എന്ന് പറഞ്ഞാ ഞങ്ങൾ രണ്ടും. അപ്പൊ ആവാം എന്ന് വന്നു കഴിഞ്ഞാൽ എൻഡിങ് എങ്ങനെയായിരിക്കും, വഹ. വഹ എന്നായിരിക്കും. അപ്പൊ ഇവിടെ ഏത് വേർഡാ ഉള്ളേ, ഗച്ഛാവഹ. ഞങ്ങൾ രണ്ടും പോകുന്നു. ഗച്ഛാവഹ എന്ന് പറഞ്ഞാ പോകുന്നു. ത്വം പടസി എന്ന് പറഞ്ഞാ നിങ്ങൾ പഠിക്കുന്നു. അപ്പോ അടുത്തത് യൂയം. യൂയം എന്ന് പറഞ്ഞാ യു ഓൾ. യൂയം വരുമ്പോ എൻഡിങ് എങ്ങനെയായിരിക്കും, യൂയം വരുമ്പോ ത എന്നായിരിക്കും എൻഡിങ്. അപ്പോ ഇവിടെ ഉള്ള വേർഡ് പശ്യത. പശ്യത അതായത് എല്ലാരും കാണുന്നു, നിങ്ങൾ എല്ലാരും കാണുന്നു. അഹം. അഹം വന്ന എൻഡിങ് എങ്ങനെയായിരിക്കും, അഹം വന്ന എൻഡിങ് മീ. അപ്പോ അഹം ലികാമി. അഹം ലികാമി എന്ന് പറഞ്ഞാ ഞാൻ എഴുതുന്നു. അടുത്തത് യുവാം. യുവാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടും. യുവാം വന്ന എൻഡിങ് എങ്ങനെയായിരിക്കും, തഹ എന്നായിരിക്കും. യുവാം വന്ന എൻഡിങ് തഹ. അപ്പോ യുവാം ഇവിടെ ഉള്ളത് ക്രീഡതഹ. നിങ്ങൾ രണ്ടും കളിക്കുന്നു. ലാസ്റ്റ് വൺ വയം. വയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും, നമ്മൾ എല്ലാവരും എന്നും പറയാം. വയം വന്ന എൻഡിങ് എങ്ങനെയായിരിക്കും, മഹ എന്നായിരിക്കും. വയം വന്ന മഹ. അപ്പൊ ഇവിടെ ലാസ്റ്റ് വൺ ദാവാമഹ. വയം ദാവാമഹ, ഞങ്ങൾ എല്ലാവരും ഓടുന്നു. അപ്പോ ഈ ബേസിക് കാര്യം നമ്മൾ മനസ്സിലാക്കി പഠിച്ചു വെച്ചാൽ നമുക്ക് ഈ ഇതുപോലത്തെ എക്സസൈസ് ചെയ്യാൻ ഈസി ആയിട്ട് പറ്റും. അടുത്ത എക്സസൈസ് നോക്കാം. ഉചിത പദൈഹി വാക്യ നിർമ്മാണം കുരുത. ഇവിടെ ബോക്സിൽ കുറെ വേർഡ്സ് തന്നിട്ടുണ്ട്. അതിന് കറക്റ്റ് ആയിട്ടുള്ള പദം, അതായത് വേർഡ് നോക്കിയിട്ട് ഇവിടെ സെന്റൻസ് ഫില്ല് ചെയ്യാം. അപ്പൊ ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. ഏഷ ഡാഷ് പുസ്തിക. ഇത് ഡാഷ് പുസ്തിക എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വരും, ഇത് എന്റെ ബുക്കാന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ മമ എന്ന് പറഞ്ഞ വേർഡ് എടുത്തു. ഏഷ മമ പുസ്തിക. അടുത്തത് ആദ്യത്തെ ഏതത് ഡാഷ് ഗൃഹം. അപ്പോ ഇവിടെ ഏതത് എന്ന് പറഞ്ഞാൽ ഇത്, ഡാഷ് ഗൃഹം. ഗൃഹം എന്ന് പറഞ്ഞാൽ വീട്. അപ്പോ ഇവിടെ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വേർഡ് വേണം. അപ്പോ ഇവിടെ ഉള്ളത് മമായി ഉണ്ട്, തവായി ഉണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ മമായും എടുക്കാം. ഏതത് മമ ഗൃഹം, അല്ലെങ്കിൽ ഏതത് തവ ഗൃഹം. ഏതത് മമ ഗൃഹം എന്ന് പറഞ്ഞാൽ ഇത് എന്റെ വീട്. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ഏതത് തവ ഗൃഹം, ഇത് നിന്റെ വീട്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇവിടെ എടുക്കാം. അടുത്തത് ഡാഷ് മൈത്രി ദൃഢ. മൈത്രി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ്, ദൃഢ എന്ന് പറഞ്ഞാൽ ദൃഢമാണ്. അപ്പോ മൈത്രി എന്ന് പറഞ്ഞ ഫ്രണ്ട്ഷിപ്പ് രണ്ടുപേരുടെ ഇടയിലായിരിക്കും. അപ്പൊ നമ്മളതിവിടെ സ്യൂട്ട് ആവുന്നത് എന്താ, ആവയോഹോ. യുവയോഹോ എന്നും സ്യൂട്ട് ആവുന്നുണ്ട്. പക്ഷെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ദൃഢമാണ് എന്ന് പറയുമല്ലോ. അപ്പൊ ഇവിടെ സ്യൂട്ട് ആവുന്നത് ആവയോഹോ. ആവയോഹോ മൈത്രി ദൃഢ, നമ്മൾ രണ്ടുപേരുടെയും ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ദൃഢമാണ്. മൂന്നാമത്തെ ഏഷഹ ഡാഷ് വിദ്യാലയ. അപ്പോ ഇത് ഡാഷ് സ്കൂളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മമായും എടുക്കാം, തവായും എടുക്കാം. ഏഷഹ മമ വിദ്യാലയ എന്ന് പറഞ്ഞാൽ ഇത് എന്റെ സ്കൂളാണ്. ഏഷഹ തവ വിദ്യാലയ എന്ന് പറഞ്ഞാലും ഇത് നിന്റെ സ്കൂളാണ്. രണ്ടും നമുക്ക് എടുക്കാം. പക്ഷെ ഒരാശയം ഒരു വേർഡ് എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തേൽ യൂസ് ചെയ്യാൻ പാടില്ല. എക്സാമിനൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു വേർഡ് ഒരു ആശയമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ തവ നമ്മൾ ഫസ്റ്റ് സെന്റൻസിൽ എടുത്ത, മമ ഇവിടെ സ്യൂട്ട് ആവണ പോലെ സെക്കൻഡ് സെന്റൻസിൽ എടുക്കണം. രണ്ടു സ്ഥലത്തും മമയ ഇവിടെ ആയിട്ട് എടുക്കാൻ പാടില്ല. അടുത്തത്
ഏഷ ഡാഷ് അധ്യാപിക. ഏഷ എന്ന് പറഞ്ഞാൽ ഇത്, അതായത് ഫീമെയിൽ, അധ്യാപിക ടീച്ചർ. അപ്പോ ഏഷ യുവയോഹോ എന്നെടുക്കാം, നിങ്ങളുടേത്. യുവയോഹോ അധ്യാപിക. ഇവിടെ ആവയോഹോ എന്ന് ഓൾറെഡി എടുത്തോണ്ട് നമുക്ക് യുവയോഹോ ബാക്കിയുള്ളൂ. അപ്പൊ അതിവിടെ എടുക്കാം. അടുത്തത് ലാസ്റ്റ് 2 സെന്റൻസ് ഉണ്ട്. അപ്പൊ ലാസ്റ്റ് പെൻഡിങ് ആയിട്ടുള്ള വേർഡ് അസ്മാകം. എന്നിട്ട് അടുത്തത് യുഷ്മാകം. അസ്മാകം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരുടെയും, യുഷ്മാകം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരുടെയും. അപ്പൊ ഭാരതം ഡാഷ് ദേശഹ. ഈ സെന്റൻസിൽ എന്തായിരിക്കും കൂടുതൽ സ്യൂട്ട് ആവണേ? അസ്മാകം എന്നായിരിക്കും. ഭാരതം അസ്മാകം ദേശഹ. ഭാരതം നമ്മളുടെ ദേശമാണ്. അപ്പൊ ലാസ്റ്റ് പെൻഡിങ് വരുന്നത് യുഷ്മാകം എന്ന വാക്ക. അപ്പൊ ഏതാനി യുഷ്മാകം പുസ്തകാനി. അപ്പൊ ഏതാനി ഇതെല്ലാം നിങ്ങളുടെ, യുഷ്മാകം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ, പുസ്തകാനി ബുക്കുകളാണ്, പുസ്തകങ്ങളാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഓരോ സെന്റൻസിന്റെ മീനിങ് അനുസരിച്ചിട്ട് വേണം ഓരോ വേർഡ്സും ഫില്ല് ചെയ്യാൻ. അപ്പോൾ ചില സെന്റൻസിൽ നമുക്ക് സെയിം വേർഡ്, അതായത് മമ, തവ, അങ്ങനെ നമുക്ക് മാറി മാറി യൂസ് ചെയ്യാം. പക്ഷെ ഒരു വട്ടം ആ വേർഡ് യൂസ് ചെയ്താൽ രണ്ടാമത്തെ അത് എടുക്കാൻ പാടില്ല. അതിന് ഒപ്പമുള്ള വേർഡ്, ഇപ്പൊ തവ എടുത്താൽ മമ എടുക്കാൻ പാടുള്ളൂ. 2 പ്രാവശ്യം തവ എടുക്കാൻ പാടില്ല. അടുത്ത എക്സസൈസ് നോക്കാം. ഏകവചന പദസ്യ ബഹുവചന പദം. അതായത് ഇവിടെ ഏകവചനാണ് തന്നേക്കണമെങ്കിൽ അതിന്റെ ബഹുവചനം എഴുതണം. അതുപോലെ ബഹുവചന പദസ്യ ഏകവചന പദം ചാലികത. ബഹുവചനാണ് തന്നേക്കണമെങ്കിൽ അതിന്റെ ഏകവചനം എഴുതണം. അതാണ് ഈ എക്സസൈസ്. അപ്പൊ നമ്മള് ഫസ്റ്റ് 3 ചാപ്റ്ററിൽ ഏഷഹ, സഹ, അതുപോലെ ഏത. ഏത എന്ന് പറഞ്ഞാൽ എന്താ? ഫീമെയിൽ. ഏഷഹ എന്ന് പറഞ്ഞാൽ മെയിൽ, പുല്ലിംഗം. ഏത എന്ന് പറഞ്ഞാൽ ഫീമെയിൽ, സ്ത്രീലിംഗം. അതുപോലെ ഏതാനി, ഏതാനി എന്ന് പറഞ്ഞാൽ നപുംസകലിംഗം. അതിന്റെ ഒക്കെ ഏകവചൻ, ദ്വിവചൻ, ബഹുവചൻ ഒക്കെ പഠിച്ചിരുന്നു. പക്ഷെ ഇവിടെ ദ്വിവചൻ ഒന്നും നോക്കണ്ട. ഏകവചൻ തന്ന ബഹുവചനാക്കണം, ബഹുവചൻ തന്ന ഏകവചനാക്കണം. അപ്പൊ ആദ്യത്തെ വാക്ക് നോക്കാം. ഏഷഹ. ഏഷഹ എന്ന് പറഞ്ഞ ഹി. അതിന്റെ ബഹുവചനം എന്തായിരിക്കും? ഏത്തെ. ഏഷഹ, ഏതൗ, ഏത്തെ. അപ്പൊ ഏഷഹയുടെ ബഹുവചൻ ഏത്തെ. ഏഷഹ എന്ന് പറഞ്ഞ ഹി. ഏത്തെ എന്ന് പറഞ്ഞ ദേ, ഓൾ. അടുത്തത് സഹ. സഹ എന്ന് പറഞ്ഞാലും ഹി. അപ്പൊ അതിന്റെ ബഹുവചൻ തേ. സഹ, തൗ, തേ. സഹ വന്ന ബഹുവചൻ തേ. രണ്ടാമത്തെ താഹ. താഹ എന്ന് പറഞ്ഞാൽ അത് സ്ത്രീലിംഗമാണ്, അത് ബഹുവചനാണ് താഹ. സാ അതിന്റെ ബഹുവചനാണ് താഹ. അപ്പൊ ഇവിടെ ബഹുവചൻ തന്നോണ്ട് നമ്മള് ഏകവചനം എഴുതണം. അതാണല്ലോ എക്സസൈസ്. അപ്പൊ താഹ വന്ന സ. അതുപോലെ ഏ താഹ എന്ന് തന്നിട്ടുണ്ട്. ഏ താഹ എന്ന് പറഞ്ഞാൽ ബഹുവചൻ സ്ത്രീലിംഗമാണ്, അതിന്റെ ഏകവചൻ വരുമ്പോ ഏഷ. ഏ തഹ വന്ന ഏഷ. അടുത്തത് ത്വം. ത്വം വന്നാൽ എന്തായിരിക്കും ബഹുവചൻ? ത്വം വന്ന ബഹുവചൻ വരുമ്പോ യൂയം. ത്വം വന്ന യൂയം. അടുത്തത് അസ്മാകം. അസ്മാകം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും, അത് ബഹുവചനാണ്. അപ്പൊ അതിന്റെ ഏകവചനം എഴുതണം. ഏകവചനം എന്താണ്? അസ്മാകം വന്ന ഏകവചൻ മമ. അസ്മാകം വന്ന മമ. അടുത്തത് തവ. തവ എന്ന് പറഞ്ഞാൽ യുവർ, അത് ഏകവചനാണ്. അപ്പൊ അതിന്റെ ബഹുവചൻ എഴുതണം. തവ വന്ന യുഷ്മാകം. ലാസ്റ്റ് വൺ ഏതാനി. ഏതാനി എന്ന് പറഞ്ഞാൽ ഇവയെല്ലാം, നപുംസകലിംഗമാണ്, ബഹുവചനവുമാണ്. അപ്പൊ ഏതത്, ഏതേ, ഏതാനി. അടുത്ത എക്സസൈസ് നോക്കാം. വാർത്താലാപേ റിക്തസ്ഥാനാനി പൂരയത. വാർത്താലാപം എന്ന് പറഞ്ഞാൽ കോൺവെർസേഷൻ. അപ്പോൾ ആ കോൺവെർസേഷൻ നമ്മൾ ഫില്ല് ചെയ്യുക. അതാണ് ഈ എക്സസൈസ്. 2 പേരുണ്ട് ഇവിടെ, പ്രിയംവദയുണ്ട്, ശകുന്തളയുണ്ട്. അപ്പൊ പ്രിയംവദ പറയുന്നു, ശകുന്തളെ ത്വം കിം കരോഷി. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നീ എന്ത് ചെയ്യും? അപ്പൊ ശകുന്തള പറയുന്നു, പ്രിയംവദേ ഡാഷ് നൃത്യാമി. അപ്പോ നൃത്യാമി എന്ന് പറഞ്ഞാൽ എന്താ? മീ എന്ന എൻഡിങ് വരുന്നത് നമ്മൾ അഹം എന്നായിരിക്കും. പ്രിയംവദയോട് ശകുന്തള പറയുവാണ്, ഞാൻ ഡാൻസ് ചെയ്യാം. എന്നിട്ട് അവൾ അങ്ങോട്ട് ചോദിക്കുന്നു, ഡാഷ് കിം കരോഷി. അപ്പോ കരോഷി എന്ന് പറഞ്ഞ എൻഡിങ് സി എന്നാണ്, കരോഷി. അപ്പോ ത്വം നിങ്ങൾ എന്ത് ചെയ്യും? നീ എന്ത് ചെയ്യും? പ്രിയംവദയോട് ചോദിക്കുകയാണ്. അപ്പൊ പ്രിയംവദ പറയുന്നു, ശകുന്തളെ ഡാഷ് ഗായാമി. ശകുന്തളയോട് പറയുന്നു, ഗായാമി എന്ന് പറഞ്ഞാൽ അഹം എന്നേ വരുള്ളൂ, നീ എന്ന് പറഞ്ഞാൽ അഹം. ഞാൻ പാടാം. ഗായാമി എന്ന് പറഞ്ഞാൽ ഞാൻ പാടിക്കോളാം. എന്നിട്ട് അങ്ങോട്ട് ചോദിക്കുക, കിം ഡാഷ് ഞാൻ ഗായസി. നീ എന്താ പാടാത്തെ? ഗായസി എന്ന് പറയുമ്പോൾ എൻഡിങ് സി ആണ്. അപ്പൊ ത്വം എന്നേ വരുള്ളൂ. പിന്നെ സെന്റൻസിന് മാച്ച് ആവുന്നത്
ഫ്രമാണ്, നീ എന്താണ് പാടാത്തത്? ശകുന്തള പറയാ പ്രിയംവദേ ഡാഷ് ഞാൻ ഗായാമി. ഗായാമി എന്ന് എന്ത് ചെയ്യുമ്പോ അഹമായിരിക്കും. അഹം ന ഗായാമി, എനിക്ക് പാടാൻ പറ്റത്തില്ല. അഹം തു നൃത്യാമി, ഇവിടെയും നൃത്യാമിയാ വന്നേക്കണേ. മീ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നത് അഹമായിരിക്കും. ഞാൻ ഡാൻസ് ചെയ്തോളാം, ഞാൻ പാട്ടു പാടത്തില്ല. അപ്പൊ പ്രിയംവദ ശകുന്തളെ കിം ഡാഷ് മാതാ നൃത്യതി, അതായത് നിന്റെ എന്ന് പറയണം. അപ്പൊ തവ നിന്റെ അമ്മ ഡാൻസ് ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ തവ എന്ന് വരും. അപ്പൊ ശകുന്തള പറയാ ആം അതെ, ഡാഷ് മാതാ അഭിനൃത്യതി, എന്റെ അമ്മ എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ എന്റെ എന്നുള്ളതിന്റെ സാൻസ്ക്രിറ്റ് എന്താ മമ. മമ മാതാ അഭിനൃത്യതി, എന്റെ അമ്മയും ഡാൻസ് ചെയ്യുന്നതാണ്. അപ്പൊ പ്രിയംവദ സാധു ഡാഷ് ശലാവഹ, ഓക്കെ നല്ല കാര്യം, പോട്ടെ. ഡാഷ് ശലാവഹ, നമുക്ക് നടക്കാം, നമുക്ക് പോവാം. അപ്പോ രണ്ടുപേര് പോകുമ്പോ എന്താ പറയാ ആവാം. ആവാം എന്ന് പറഞ്ഞാൽ വീറ്റു, നമ്മൾ രണ്ടുപേർക്കും പോവാം. അടുത്തത് ഉപയുക്തേന അർത്ഥേന സഹ യോജയത. ഇവിടെ കുറെ സാൻസ്ക്രിറ്റ് വേർഡ്സ് തന്നിട്ടുണ്ട്, അതിന്റെ ഒപ്പം അതിന്റെ ഹിന്ദി വേർഡ്സ്, അതായത് ഇത് മാച്ച് ചെയ്യാനാണ്. ഇവിടെ സാൻസ്ക്രിറ്റ് വേർഡ് ഓർഡറിൽ തന്നിട്ടുണ്ട്, ഇവിടെ ഹിന്ദി ഇതിന്റെ മീനിങ്സ് ഇതിലുണ്ട്, അതിങ്ങനെ മിക്സ് ചെയ്ത് തന്നേക്കാം, നമ്മളത് മാച്ച് ചെയ്യണം. അപ്പോ സ എന്ന് പറഞ്ഞാൽ എന്താ സ്ത്രീലിംഗമാണ്, ഷീ. അപ്പോ സ എന്ന് വരുമ്പോ ഇതിന് ഹിന്ദി എന്തായിരിക്കും വഹ്, അതായത് സ്ത്രീലിംഗ. സ എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗം, അവൾ എന്ന് പറയാൻ. അപ്പോ വഹ്, സ വഹ്. അടുത്തത് താനി. താനി എന്ന് പറഞ്ഞാൽ നപുംസകലിംഗമാണ്, ഇതെല്ലാം ന്യൂട്ടർ ജെൻഡർ ആണ്. അപ്പൊ നപുംസകലിംഗം വേ, അതാണ് വേ. അടുത്തത് അസ്മാകം. അസ്മാകം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരുടെയും. അപ്പൊ മീനിങ് ഇവിടെ ഉള്ളത് ഹമാര, അസ്മാകം ഹമാര. യൂയം, യൂയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും. അപ്പോ എന്തായിരിക്കും തും സബ്, നിങ്ങൾ എല്ലാവരും. അടുത്തത് ആവാം, ഞങ്ങൾ രണ്ടും, വീറ്റു. ഹം ദോനോം, ഞങ്ങൾ രണ്ടും. മമ, എന്റെ. അപ്പോ ആറാമത്തെ മേര. യുവയോഹോ, നിങ്ങളുടെ, നിങ്ങൾ രണ്ടുപേരുടെ. യുവയോഹോ എന്ന് പറഞ്ഞ. അപ്പോ തും ദോനോം ക, നിങ്ങൾ രണ്ടുപേരുടെയും. തവ, തവ എന്ന് പറഞ്ഞാൽ നിന്റെ. തുമാര. സാൻസ്ക്രിറ്റ് വേർഡ്സ് തന്നിട്ടുണ്ട്, അതിന്റെ ഹിന്ദി മീനിങ് നമ്മൾ തപ്പിയിട്ട് ഇവിടെ മാച്ച് ചെയ്യുക, അതാണ് ഈ എക്സസൈസ്. അപ്പൊ നമ്മൾ 4th ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഈ ചാപ്റ്റർ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.